നമസ്കാരം. ആകാശത്ത് ചോരയുറന്ന ഭീതിയുടെ നിമിഷങ്ങൾ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒഴിവായത് നൂറുകണക്കിന് യാത്രികരുടെ ജീവൻ അപകടത്തിലാകുമായിരുന്ന ഒരു മഹാദുരന്തമാണ്. ക്വാലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നുയർന്ന ബാത്തിക് എയറിന്റെ ഓടി 231 വിമാനത്തിലാണ് ലോകത്തെ ആകെ ഞെട്ടിച്ച ആ സംഭവം അരങ്ങേറിയത്. വ്യാഴാഴ്ച പുലർച്ചെ കൃത്യം 2:40 വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. യാത്രികരെല്ലാം ലാൻഡിങ്ങിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വിമാനം ഭൂമി തൊടാൻ വെറും അരമണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് വിമാനത്തിനുള്ളിൽ ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടത്. 12A എന്ന എമർജൻസി വിൻഡോ സീറ്റിൽ ഇരുന്ന മലയാളി യാത്രികൻ പെട്ടെന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ എമർജൻസി വിൻഡോ പാനലിന്റെ ഒരു പാളി അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അത്രയും കൊണ്ടും നിർത്തിയില്ല. വിമാനത്തിന്റെ സുരക്ഷാ വാതിൽ ബലമായി പിടിച്ചു തുറക്കുവാനും ഇയാൾ ശ്രമം നടത്തി. പറക്കുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്നാൽ ഉണ്ടാകാവുന്ന ദുരന്തം ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഭയന്ന് വിറച്ച സഹയാത്രികരും വിമാന ജീവനക്കാരും ജീവൻ കയ്യിലെടുത്ത് ഇയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം ചേർന്നതോടെ കനത്ത പ്രതിരോധത്തിനൊടുവിലാണ് ഈ അക്രമാസക്തനായ യാത്രികനെ അവർ ബലമായി പിടിച്ചുകെട്ടിയത്. വിമാനം നെടുമ്പാശ്ശേരിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ഉടൻ തന്നെ CISF ഉദ്യോഗസ്ഥർ വിമാനത്തിനുള്ളിൽ കയറി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് കൂറ്റനാട് തെക്കേ വാവണ്ണൂർ അത്താണിക്കൽ വീട്ടിൽ 34-കാരനായ ജംഷീറാണ് ഈ പിടിയിലായ യാത്രികൻ. വിമാനത്താവളത്തിലെ അതീവ സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ഇയാൾ പറഞ്ഞ മറുപടി കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും തരിച്ചു പോയിരിക്കുകയാണ്. എനിക്ക് മരിക്കാൻ തോന്നി, ഒപ്പം വിമാനത്തിലുള്ള മറ്റുള്ളവരെ കൂടെ കൂട്ടാൻ തോന്നി. ഇതായിരുന്നു ജംഷീറിന്റെ ഞെട്ടിക്കുന്ന മൊഴി. യാത്രക്കാരെയും ക്യാബിൻ ക്രൂവിനെയും ഇയാൾ ക്രൂരമായി ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. പ്രാഥമിക പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നില്ല എന്നും ഇയാൾക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി മലേഷ്യയിൽ ഒരു ബന്ധുവിന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഇയാൾ. 1.5 വർഷം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. നിലവിൽ വധശ്രമം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ജംഷീറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ആകാശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതി ജംഷീർ നിയമത്തിന് മുന്നിലും തന്റെ അക്രമാസക്തമായ ഭ്രാന്തൻ സ്വഭാവം തുടർന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി 11:30 ജംഷീറിനെ അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയത്. അർദ്ധരാത്രിയോടടുത്ത ആ സമയത്ത് കോടതിയിൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജംഷീറിനായി ഹാജരാകാനെത്തിയ വക്കീൽ കേസ് ഏറ്റെടുക്കുന്നതിനുള്ള വക്കാലത്ത് പേപ്പറിൽ ഒപ്പിടിവിക്കാൻ ശ്രമിച്ചതാണ് ഇയാളെ പെട്ടെന്ന് പ്രകോപിതനാക്കിയത്. വക്കീലിന്റെ കൈവശമുണ്ടായിരുന്ന സുപ്രധാന രേഖകൾ അടങ്ങിയ ഫയൽ ജംഷീർ ബലമായി പിടിച്ചു വാങ്ങി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. തൊട്ടു പിന്നാലെ പ്രതി കൂടുതൽ അക്രമാസക്തനായതോടെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ബലമായി ഇയാളെ ശാന്തനാക്കാനും ശ്രമിച്ചു. ആ കയ്യാങ്കളിക്കിടയിൽ കോടതിക്കുള്ളിലെ കസേരയും തകർന്നു വീണു. കോടതി നടപടികൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച പുലർച്ചെ 12:15 കനത്ത പോലീസ് സുരക്ഷയിൽ ഇയാളെ ആലുവ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ വിമാന സുരക്ഷയെക്കുറിച്ചുള്ള ചില സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ വിമാനം ഉയർന്ന ക്യാബിൻ സമ്മർദ്ദത്തിൽ പറക്കുമ്പോൾ എമർജൻസി എക്സിറ്റ് വാതിലുകൾ മനുഷ്യശക്തി കൊണ്ട് വലിച്ചു തുറക്കുക എന്നത് അസാധ്യമാണ്. വിമാനത്തിനുള്ളിലെ മർദ്ദം പുറത്തുള്ളതിനേക്കാൾ വളരെ കൂടുതലായതിനാൽ ഈ മർദ്ദ വ്യത്യാസം വാതിലുകളെ ശക്തമായി അടച്ചു നിർത്തും. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈ വാതിൽ തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിമിഷങ്ങൾക്കകം ഓക്സിജൻ ഇല്ലാതാവുകയും മർദ്ദ വ്യത്യാസം കാരണം യാത്രക്കാർ ശ്വാസം കിട്ടാതെ മരണത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളോ മദ്യത്തിന്റെ സ്വാധീനമോ ഇല്ലാതിരുന്നിട്ടും എന്തിനാണ് ഇത്തരമൊരു ആത്മഹത്യാപരമായ നീക്കം നടത്തിയത്? ഇതാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ ഉയർന്ന അന്വേഷണ ഏജൻസിയായ NIA ഈ കേസ് നേരിട്ട് അന്വേഷിക്കാൻ രംഗത്തിറങ്ങുന്നത്. മലേഷ്യയിലെ ഇയാളുടെ 10 വർഷത്തെ ജീവിതം, അവിടെ ഇയാൾക്ക് ആരുമായിട്ടൊക്കെയായിരുന്നു ബന്ധം? തീവ്രവാദ സ്വഭാവമുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളുമായി ഇയാൾക്ക് സമ്പർക്കം ഉണ്ടായിരുന്നു? വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചതിനു പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏതെങ്കിലും അട്ടിമറി ലക്ഷ്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം NIA അതീവ ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ ഏജൻസികൾ ഇയാളെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആക്രമണത്തിൽ വിമാനത്തിന്റെ ജനൽ പാനലിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ മണിക്കൂറുകൾ നീണ്ട സാങ്കേതിക പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കും ശേഷമാണ് ബാത്തിക് എയർ വിമാനത്തിന് മടക്ക സർവീസിനായി കൊച്ചിയിൽ നിന്നും പറന്നുയരാൻ അനുമതി ലഭിച്ചത്. ആകാശത്തും ഭൂമിയിലും ഒരുപോലെ ഭീതി പരത്തിയ ഈ സംഭവത്തിന് യഥാർത്ഥ ചുരുളുകൾ വരും ദിവസങ്ങളിൽ NIA അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നാണ് കരുതുന്നത്.